ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ വ്യാജ പ്രചരണം നടത്തുന്നു. പാകിസ്ഥാൻ ഇതിനെ ആക്ട് ഓഫ് വാർ എന്ന് ഷഹബാസ് ഷെരീഫ് വിശേഷിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തിയാണ്, ആശങ്കയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെയും 3 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സിവിലിയൻസിന്റെ ഷെല്ലാക്രമണത്തിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുമായി ബന്ധപ്പെട്ടു. അജിത് ഡോവൽ മാർക്കോ റൂബിയുമായി സംസാരിച്ചു, കാര്യങ്ങൾ ധരിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഷെയ്മെന്നാണ് പറയുന്നതെങ്കിലും ഡി എസ്കലേറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് സെറ്റിലാവണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണ നിശ്ചയമായും നമുക്കുണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായിട്ടും അരുൺ, അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ നമ്മൾ വളരെ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നത് 10 മണിക്ക് സൈന്യം നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. 2019 ബാലാക്കോട്ടിൽ ഇന്ത്യ ആക്രമണം നടത്തിയെങ്കിലും അത് സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഒരു എയർ സ്ട്രൈക്കും ഉണ്ടായില്ല, ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ 2019 പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ വളരെ വ്യക്തമായി പാകിസ്ഥാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അവകാശപ്പെടുന്നത് 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തി എന്നുള്ളതാണ്. അതൊരു സംയുക്ത സേനാ ഓപ്പറേഷനുമായിരുന്നു എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് 20 ഇടങ്ങളിൽ ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ അറിയുന്നത് പാകിസ്ഥാന്റെ വാർത്താ വിതരണ മന്ത്രി സൗത്ത് ഏഷ്യയിലെ മാധ്യമങ്ങളുമായി ചേർന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ പോവുകയാണ്. ആ അർത്ഥത്തിൽ വിവിധ രാഷ്ട്രങ്ങളുടെ, അതായത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനുള്ള ഒരു ശ്രമം, ഒരു ഇരവാദം മുന്നോട്ട് വയ്ക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഭീകര താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ ഇന്ന് രാവിലെ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, പാകിസ്ഥാനെ ആക്രമിക്കുക, പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലെ തീവ്രവാദങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ക്യാമ്പുകളെ തകർക്കുക. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി മധുബനിയിൽ പറഞ്ഞത്. തിരഞ്ഞുപിടിച്ച് ഞങ്ങൾ ആക്രമിക്കും തീവ്രവാദികളെ, അത് ഭൂമിയുടെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് തന്നെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അതാണ് കൃത്യമായി സൈന്യം നടപ്പാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹാവൽപൂരിൽ ഇന്ത്യ നടത്തിയിരിക്കുന്ന എയർ സ്ട്രൈക്കാണ്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അൺമാൻഡ് ഡ്രോൺസ് ആണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഈ സൂയിസൈഡ് ഡ്രോൺസ് എന്നാണ് ഇതിന് പറയുക. ഇതിനകത്ത് ആളുകൾ ഉണ്ടാവില്ല, വളരെ കൃത്യമായി ആ സ്ഥലത്ത് പോകുന്നു, ബഹാവൽപൂരിന്റെ മുകളിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു, ആ ലൊക്കേഷനിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു, എന്നിട്ട് ടാർഗറ്റ് ചെയ്ത് മിസൈൽ സ്ട്രൈക്ക് നടത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബഹാവൽപൂർ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ള ലഷ്കർ-ഇ തായിബ, അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുന്നത് ബഹാവൽപൂറാണ്. ബഹാവൽപൂരിലാണ് മസൂദ് അസറിന്റെ ആസ്ഥാനം തന്നെ. അവിടെ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് വളരെ എളുപ്പമല്ല ഈ പറയുന്ന ഭീകര ക്യാമ്പുകൾ ലൊക്കേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഭീകര ക്യാമ്പുകൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ ഉപയോഗിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയർ സ്ട്രൈക്ക്, ഒരു അറ്റാക്ക് ഉണ്ടായാൽ സിവിലിയൻസ് കൊല്ലപ്പെടും. സിവിലിയൻസ് കൊല്ലപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാകും. പക്ഷേ ഒന്നും നോക്കാതെയാണ് ഇന്ത്യ വളരെ ശക്തമായി അടിച്ചിരിക്കുന്നത്. ബഹാവൽപൂർ വളരെ പ്രധാനപ്പെട്ട ടെററിസ്റ്റ് ക്യാമ്പിൻ്റെ ട്രെയിനിങ് ഏരിയയാണ്. അവിടേക്ക് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 100-നടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു എന്ന അവകാശവാദവുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കൂ, 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് ഇന്ത്യ എപ്പോഴെങ്കിലും ഒരു ആക്രമണം നടത്തിയതായി ഒരിക്കൽ പോലും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇതാ 2025 അന്താരാഷ്ട്ര അതിർത്തി കടന്ന് തങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. 9 സ്ഥലങ്ങളല്ല, 22ഓളം സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഒരുപാട് സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഏതായാലും 10 മണിയോടുകൂടി സൈന്യം കൃത്യമായൊരു വാർത്താ സമ്മേളനം നടത്തി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയും. നമ്മൾ കഴിഞ്ഞ 14 ദിവസമായി കാത്തിരുന്നൊരു മുഹൂർത്തമാണ് സംഭവിച്ചിരിക്കുന്നത്. 26ഓളം ജീവനുകൾ ഇന്ത്യക്ക് നഷ്ടമാകുമ്പോൾ ആ ജീവനുകൾക്ക് ഇന്ത്യ കൃത്യമായി മറുപടി പറയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ എന്താണ് കാത്തിരുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ യോഗം കഴിയുന്നതുവരെ ഇന്ത്യ കാത്തിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്താണ് അവരുടെ നിലപാട്? നമുക്കറിയുന്നത് പോലെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അക്കാര്യത്തിൽ നിഷ്പക്ഷമായൊരു നിലപാട് സ്വീകരിക്കുക അന്താരാഷ്ട്ര സുരക്ഷാ സമിതിയാണ് ഐക്യരാഷ്ട്രസഭയുടെ. ആ സമിതി കൃത്യമായി പാകിസ്ഥാനെ ശാസിക്കുകയും പാകിസ്ഥാനോട് കനത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു പിന്തുണയും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അതിശക്തമായ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഈ എയർ സ്ട്രൈക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അൺമാൻഡ് ഡ്രോൺസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു സൈനികരെ പോലും അതിർത്തി കടന്ന് ഇന്ത്യ യാത്രയാക്കിയിട്ടില്ല. മറിച്ച് ഇന്ത്യയുടെ ആളില്ലാത്ത ഡ്രോണുകൾ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളും ലൊക്കേറ്റ് ചെയ്താണ് എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു സൈനികന്റെ പോലും നഷ്ടമുണ്ടാകുന്നില്ല. മറിച്ച് ശത്രു രാജ്യത്ത് വലിയ സ്ട്രൈക്ക് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം.
ഇന്നലെ രാത്രി അജിത് ദോവൽ അടക്കമുള്ള ഇന്ത്യൻ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം, അജിത് ദോവൽ അടക്കമുള്ള ഉദ്യോഗ നേതൃത്വം, ഇവരെല്ലാവരും 12 മണി മുതൽ ആസൂത്രണം ചെയ്ത് വളരെ കൃത്യമായി 1:44 ഈ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഒരേ സമയം വളരെ പ്രധാനപ്പെട്ട 9 കേന്ദ്രങ്ങളിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിശ്ചയമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയമുഹൂർത്തമാണ്. ഏതാണ് കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ആ മറുപടിക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരുൺ.